ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ തരുന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. തിരുവചനം കേൾപ്പാനും അത് കേട്ട് ഗ്രഹിപ്പാനും അതിൽ ധൈര്യം പ്രാപിപ്പാനും അവണ്ണം ജീവിപ്പാനും ദൈവം നമുക്ക് തരുന്ന ഈ നല്ല ചിന്തകൾക്കും അതിനുള്ള അവസരങ്ങൾക്കുമായി ഒത്തിരി ദൈവത്തെ പുകഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നത്തെ ആത്മീക ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 118 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 118 സങ്കീർത്തനം 18 വാക്യം. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും ദൈവം എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും ദൈവം എന്നെ മരണത്തിനായി ഏൽപ്പിച്ചിട്ടില്ല. ആത്മീക ജീവിതം വളരെ ഉത്തരവാദിത്വപൂർണമായ ജീവിതമാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ദൈവത്തിന് നമ്മുടെ മേൽ പരമാധികാരമുള്ള ദൈവം ഒരപ്പനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ശ്രദ്ധിച്ച് ശിക്ഷിച്ച് വളർത്തുന്ന ഒരു ജീവിതമാണ് ആത്മീക ജീവിതം. നമ്മൾ നന്നായി ജീവിച്ചോളാം എന്നൊരു തീരുമാനമെടുത്ത് അങ്ങനെ അങ്ങ് നന്നായി ഒക്കുന്നത് പോലെ അങ്ങ് പോകുന്നതല്ല. സ്വർഗത്തിലെ ദൈവം എന്ത് പ്ലാൻ ചെയ്യുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നു, അതിൻ പ്രകാരം ജീവിച്ച് തീർക്കുന്നതാണ് ആത്മീക ജീവിതം. അതിനാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്തായിരിക്കണം ഒരു ഭക്തൻ്റെ ജീവിത ശൈലി, ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലാണ്. ബൈബിൾ വായിച്ച് ഗ്രഹിച്ച് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാത്ത ഒരാൾക്ക് ആത്മീക ജീവിതം നയിക്കാൻ കഴിയത്തില്ല. ബൈബിളിൽ നിന്നാണ് നാം ദൈവത്തെ അടുത്തറിയുന്നത്, ദൈവത്തിൻ്റെ ഹിതമറിയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമറിയുന്നത്, എങ്ങനെ ജീവിക്കണം, എന്തായിരിക്കണം ജീവിതം എന്നെല്ലാം ഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കൂടപ്പറപ്പുകളെ, തിരുവചനം വായിക്കാതെ ഗ്രഹിക്കാതെ അതിൻ്റെ ഉള്ളടക്കം എന്തെന്ന് മനസ്സിലാക്കാതെ വിജയകരമായിരിക്കുന്ന ഒരാത്മീക ജീവിതം നയിപ്പാൻ നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് ചടങ്ങിന് നമ്മൾ രാവിലെ വൈകുന്നേരം ബൈബിൾ വായിക്കുന്നു എന്നുള്ളതല്ല, അത് ജീവിക്കാൻ വേണ്ടി എങ്ങനെ എന്നാരാഞ്ഞന്വേഷിച്ചുകൊണ്ട് വായിക്കുന്നവർക്ക് ജീവിതം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വായിക്കുമ്പോൾ രക്ഷിക്കുകയും വിടുവിക്കുകയും ശിക്ഷിക്കുകയും പരിപാലിക്കുകയും ഓമനിക്കുകയും വാത്സല്യിക്കുകയും പറഞ്ഞു തരികയും വഴി നടത്തുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തെ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. ഈ സങ്കീർത്തന രചയിതാവ് തൻ്റെ ഒരു അനുഭവമാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവയായ ദൈവം എന്നെ കഠിനമായി ശിക്ഷിച്ചു, കഠിനമായി ശിക്ഷിച്ചു. ദൈവം ജീവിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ചുമ്മാ ഇരിക്കുമ്പോൾ ആരും ആരെയും ശിക്ഷിക്കാറില്ലല്ലോ. തെറ്റും കുറ്റവും വരുന്നിടത്തല്ലേ ശിക്ഷ ആവശ്യമായി വരുന്നത്. അപ്പോൾ ശിക്ഷയെല്ലാം കൂടി നമ്മൾ മരിച്ച് അങ്ങ് ചെന്നതിന് ശേഷം അവിടെ വെച്ച് തരാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, ഈ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നവരോടുള്ള ബന്ധത്തിൽ, ഈ ഭൂമിയിൽ ജീവിച്ചു പോരവേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ദൈവം ആഗ്രഹിച്ചതുപോലെയും പ്ലാൻ ചെയ്തതുപോലെയും അല്ല എങ്കിൽ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിക്കും. ഇവിടെ ഈ സങ്കീർത്തന രചയിതാവ് പറയുന്നത് ശിക്ഷിച്ചെന്നല്ല, കഠിനമായി ശിക്ഷിച്ചു. ഇപ്പോൾ കഠിനമായി ശിക്ഷിക്കണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. കുറ്റത്തിൻ്റെ ആഴവും വലിപ്പവും അനുസരിച്ച് ശിക്ഷയ്ക്കും കാഠിന്യം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. ഈ വാക്യം അങ്ങനെയല്ല പറയുന്നേ, കഠിനമായി ശിക്ഷിച്ചു. അതല്ല
ഇന്ന് നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വാചകം കണ്ടോ? കഠിനമായി എന്നെ ശിക്ഷിച്ചു, എന്നാലും എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. എന്നാലും എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, ശിക്ഷിച്ചപ്പോൾ അങ്ങ് കൊല്ലാതിരുന്നത്, ശിക്ഷിച്ചപ്പോൾ ഞാൻ ചാവാതിരുന്നത്, ഞാൻ മരിക്കാതിരുന്നത്, എന്നെ കൊന്നു കളയാതിരുന്നത്, മരണത്തിന് എന്നെ വിട്ടുകൊടുക്കാതിരുന്നത്, അതെന്തിനായിരിക്കും? എന്തിനായിരിക്കും? അടുത്ത ഒരു കുറ്റം കൂടി ഇനി ചെയ്താൽ അന്നേരം കുറച്ചുകൂടെ കലി തീർത്ത് ശിക്ഷിക്കാം എന്നോർത്താണോ വെച്ചോണ്ടിരുന്നത്? അല്ല അല്ല അല്ല. ഇന്ന് ഈ ഭാഗത്തിന് മുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവ് ആ കാര്യത്തിൽ കണിശമായിട്ട് ഉറപ്പ് തന്നു. നീ കുറ്റം ചെയ്തപ്പോൾ, നീ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ നിന്നെ കഠിനമായി ശിക്ഷിച്ചു. എനിക്ക് നിന്നെ അന്ന് ഇല്ലാതാക്കായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ മരണത്തിന് ഏൽപ്പിക്കാതിരുന്നത് ഇനിയും കുറ്റം ചെയ്താൽ കാണിച്ചു തരാം എന്നൊരു ചലഞ്ച് ചെയ്തുകൊണ്ടല്ല. പിന്നെ എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയും എന്തൊക്കെയോ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ എനിക്ക് തരാനുണ്ട്. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് പറയാം. തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. മരണത്തിന് ഏൽപ്പിക്കാതിരുന്നത് ഏതൊക്കെയോ വാതിലുകൾ നിൻ്റെ മുമ്പിൽ ഇനിയും തുറക്കാനുണ്ട്. ഞാൻ ആ വാക്യത്തെ കുറേ നേരം ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തന്ന കാര്യം പറയട്ടെ. നിൻ്റെ മുമ്പിൽ ഇനി ഒരു വാതിലും തുറക്കാനില്ലെങ്കിൽ, ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു കഴിഞ്ഞു, ഇനി ഒരു വാതിലുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം പിന്നെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കില്ല. ആ ശിക്ഷയ്ക്കകത്തങ്ങ് ഇല്ലാതാക്കിയേനെ. എന്നാൽ ശിക്ഷാ നടപടികളൊക്കെ ചെയ്തിട്ട് പിന്നെയും മരണത്തിന് ഏൽപ്പിക്കാതെ ശേഷിപ്പിച്ചെങ്കിൽ അതിനർത്ഥം ഇനിയും ചില വാതിലുകൾ തുറക്കാനുണ്ട്. നീ അതിൽ കൂടെ കടക്കാനുണ്ട്. എങ്ങനെയെങ്കിലും കടന്ന് ഓടി ഉടുതുണിയും കൈ പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാനല്ല, അതിലൂടെ കടന്ന് ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാനുണ്ട്. അപ്പോൾ ആ വാക്ക് മനസ്സിലായോ? വാതിലുകളിലൂടെ കടന്നിട്ട് സ്തോത്രം ചെയ്യണമെങ്കിൽ ആ വാതിൽ ഒരു നല്ല വാതിലായിരിക്കുമല്ലോ, ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലായിരിക്കുമല്ലോ, നന്മയുടെ വാതിൽ. നല്ല സ്തോത്രം ചെയ്യാൻ പറ്റുള്ളൂ. ബൈബിളിൻ്റെ ഭാഷയ്ക്കൊരു രീതിയില്ലേ? ആ വാതിലിലൂടെ കടന്ന് ഞാൻ കരഞ്ഞോണ്ടങ്ങ് പോയി എന്നല്ലല്ലോ. സ്തോത്രം ചെയ്യണമെങ്കിൽ ആ വാതിൽ ഏതോ അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ, നന്മയുടെ, അടുത്ത ഒരു പദവിയുടെ വാതിലായിരിക്കുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആത്മാവിൽ പറഞ്ഞു നിർത്താം. ഈ വാക്കുകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കും, കഠിനമായി ശിക്ഷിക്കും. അതെന്തിനാ? നീ ദൈവത്തിൻ്റെ മോളായതുകൊണ്ട്, മോനായതുകൊണ്ട്. ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധമൊന്നും പോയില്ല, ജീവിതവും പോയില്ല, ഭാവിയും പോയില്ല, ആയുസ്സും തീർന്നില്ല. ശിക്ഷ അപ്പൻ മക്കൾ വ്യവസ്ഥയിലുള്ളതാ. എന്നിട്ടും നിന്നെ ശേഷിപ്പിച്ചത്, കൊല്ലാതിരുന്നത്, മരിപ്പിക്കാതിരുന്നത്, മരണത്തിന് വിട്ടുകൊടുക്കാതിരുന്നത്, ഈ ശിക്ഷയ്ക്കപ്പുറം ഏതോ നല്ല വാതിലുകൾ തുറക്കാനുണ്ട്. അതിലൂടെ നീ കടക്കാനുണ്ട്. എന്നിട്ട് നീ സ്തോത്രം ചെയ്യാനുണ്ട്. ദൈവസന്നിധിയിൽ എല്ലാം സാത്താൻ ചെയ്തതാ, ദുഷ്ടൻ പോരാടിയതാ എന്ന് പറഞ്ഞങ്ങ് വിടാതെ, എൻ്റെ അപ്പന് ഇഷ്ടമല്ലാത്ത എന്തോ എൻ്റെ ഭാഗത്ത് വന്നപ്പോൾ എന്നെ നേരെയാക്കാൻ അദ്ദേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ, ഞാൻ അപ്പൻ്റെ മോനല്ലേ, മോളല്ലേ, അതുകൊണ്ട് എന്നെ ശിക്ഷിച്ചു. എൻ്റെ കുറ്റം എൻ്റെ അപ്പൻ അത്രയും സഹിക്കു വയ്യാത്തതുകൊണ്ട് കഠിനമായി ശിക്ഷിച്ചു. പക്ഷെ എന്നെ ശേഷിപ്പിച്ചത്, എന്നെ കേൾക്കുന്ന നിങ്ങൾ
മരണത്തിന് വിധേയപ്പെടാതെ ഇന്നും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഏതോ വാതിലുകൾ തുറക്കാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ഏതോ വാതിൽ തുറക്കാനുണ്ട്. ആ വാതിലുകളിലൂടെ നിങ്ങൾ കടന്നപ്പുറം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ ഒരുപാട് വകയുണ്ടാകും. ഉയർച്ചയുടെ, നന്മയുടെ, ഉന്നമനത്തിൻ്റെ, ഉന്നതിയുടെ ശ്രേഷ്ഠകരമായ വാതിലുകൾ തുറന്നു വരട്ടെ. ഇന്ന് മാർച്ച് 31 ഈ മാസാവസാന ദിവസം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 30 ഈ മാസാവസാന ദിവസങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി അപേക്ഷിക്കുമ്പോൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവമേ, എൻ്റെ വാതിലുകൾ തുറക്കണേ. ഏപ്രിലേക്ക് കയറുമ്പോൾ വിചാരിക്കാത്ത വാതിലുകൾ തുറന്ന് അതിലൂടെ രക്ഷപ്പെടുകയല്ല, സ്തോത്രം ചെയ്യുക. അവയിൽ കൂടെ കിടന്ന് ദൈവം അതിൻ്റെ അവസരം ഒരുക്കും. പുതുവാതിലുകൾ തുറക്കട്ടെ, അവയിലൂടെ കിടക്കട്ടെ. സ്തോത്രം വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം, ദൈവമേ, ഒരപ്പൻ മക്കൾ ബന്ധമാണ്. ആ ബന്ധത്തിനകത്ത് ശിക്ഷയും നടപടികളൊക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും ഞങ്ങളെ ശേഷിപ്പിക്കുന്നത് ഏറിയ നന്മ കാണാൻ എന്ന വിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.